നമസ്കാരം. ഇന്ന് നിങ്ങളോട് പറയുന്നത് ശനിദശയെക്കുറിച്ചാണ്. എല്ലാ മനുഷ്യരും പേടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ശനിയാണ്, ശനി ദശയിൽ ഒരുപാട് പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. ശനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ്. പക്ഷെ എല്ലാ പേരും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ശനി എന്ന് പറയുന്നത് നിങ്ങൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയും നിങ്ങളെ സ്വാധീനിക്കും. അത് ഓരോ രീതിയിലൂടെയാണ് സ്വാധീനിക്കുന്നത്. ദശാകാലം, അപഹാരം, അത് കഴിഞ്ഞാൽ ഏഴരാണ്ട ശനി, അത് കഴിഞ്ഞാൽ കണ്ടകശനി, അത് കഴിഞ്ഞാൽ അഷ്ടമത്തിൽ ശനി. ഇങ്ങനെ ശനി എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടപ്പറപ്പ് പോലെയാണ്. നിങ്ങൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു വിധത്തിൽ ശനി നിങ്ങളെ സ്വാധീനിക്കും. അപ്പം ശനിയെ നിങ്ങൾ ഭയക്കണ്ട. ശനി നിങ്ങൾക്ക് ഒരു കൂട്ടുകാരനെ പോലെയാണ്. ശനി എപ്പോഴും ദോഷം ചെയ്യില്ല. ശനിയാണ് നിങ്ങൾക്ക് എല്ലാ നന്മയും ചെയ്യുന്നത്. എല്ലാം നിങ്ങൾക്ക് നൽകുന്നതും ശനിയിലാണ്. ഇപ്പം 60 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരു ജീവജാലങ്ങളാണെങ്കിൽ പോലും 60 വർഷം അവർ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ 2 ഏഴരാണ്ട ശനിയും 2 കണ്ടക ശനിയും കൂടെ 30 വർഷം ശനി അനുഭവിച്ച് തന്നെ തീരണം. പിന്നെ ദശാകാലത്തിൽ 19 വർഷം ശനി പറയുന്നു. ഓരോ ദശാകാലത്തിലും അപഹാരമായി ശനി വരും. അപ്പം എങ്ങനെ പോയാലും നിങ്ങൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ശനി നിങ്ങളുടെ കൂടെ തന്നെ കാണും. അപ്പം അതും പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. ജ്യോതിഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശനിയെക്കുറിച്ച് വളരെ പ്രയാസമോ അല്ലെങ്കിൽ ശനി കാലമാണ്, ഞാൻ രക്ഷപ്പെടില്ല എന്നൊന്നും ആരും ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ജ്യോതിഷപ്രകാരം ഏതെങ്കിലും ഒരു വിധത്തിൽ ശനി നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനി ഒരു കാര്യം മനസ്സിലാക്കൂ, ശനിയെ നിങ്ങൾ ഭയക്കണ്ട. നമസ്കാരം.